എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ആദ്യം തന്നെ എല്ലാവർക്കും ഈദാശംസകൾ, ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റോസ്റ്റ് മസാലക്കറി. അത് എഗ്ഗ് നമുക്ക് ബോയിലൊന്നും ചെയ്യാതെ ഒരു റോസ്റ്റ് ഉണ്ടാകും. ചപ്പാത്തിയുടെ കൂടെ ആയാലും ഈവൻ വൈറ്റ് റൈസിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും എല്ലാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ എല്ലാം കൂടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റോസ്റ്റാണ് ഇത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആ എഗ്ഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിന് ഞാൻ ഒരു മീഡിയം സൈസ് സബോള ഒരു 3 എണ്ണം ഇതുപോലെ കൊത്തിയരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. ഒരുവിധം വലിയ തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കാം, മീഡിയം ആണെങ്കിലും 2 എടുക്കാം. ഇത് അതുപോലെ തന്നെ ഞാൻ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എരിവൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം ഇടുക, നോക്കി അതനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് മുട്ട നമുക്ക് ബോയിൽ ചെയ്യണ്ട. ബോയിൽ ചെയ്യാതെ നമുക്ക് ഈ കറിയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതായിരിക്കും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ. അത് നമുക്ക് വെള്ളം ഒഴിച്ച് ലിക്വിഡാക്കി വെച്ചിട്ടതിന് ശേഷം നമുക്ക് അവസാനം ഒഴിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം ആ പച്ചമുളക് ഞാൻ എടുത്ത പച്ചമുളക് അതിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തണ്ട് ഫ്രഷ് കരിവേപ്പില. നല്ല കറിക്ക് നല്ല മണമൊക്കെ കൊടുക്കണം. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. ആദ്യം ഈ കറിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി സമയം കളയണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാം. അതിന് ഒരു കുക്കർ എടുക്കുക. ഈ കുക്കറിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയായിട്ടരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം. സബോള മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, എൻ്റെ തക്കാളി ഇച്ചിരി നന്നായിട്ട് പഴുത്തു പോയ തക്കാളിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചത്. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലയാണ്. ഇതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂണിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരത്തക്ക പോലെ അടച്ചു വെക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കാം. മീറ്റ് മസാല അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 3 വിസിൽ വരത്തക്ക പോലെ ഗ്യാസിലേക്ക് വെച്ചു. ഈ മുട്ടക്കറിയുടെ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ഒരു 3/4 ടേബിൾ സ്പൂൺ ഒന്നോടെയുള്ള മുഴുവൻ മല്ലി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു 12 കാഷ്യൂനട്ട്, ഇതുപോലെ 2 പീസ് പട്ട, 2 തക്കോലത്തിൻ്റെ 2 ഇല, അതുപോലെ തന്നെ ഒരു കഷ്ണം ജാതിപത്രി. ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കറിയുടെ ഒരു പ്രത്യേകമായ ഒരു മസാലയാണ്. ഈ ഒരു മസാല ചേർത്ത് ഈ മുട്ടക്കറി റെഡിയാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് പൗഡറാക്കി എടുക്കാം, പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ 3 വിസിൽ വന്നു. വിസിലെല്ലാം പോയി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കിന് തുറന്ന് നോക്കിക്കഴിയുമ്പോഴേക്ക് ഈ മസാലാസ് എല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് ഇതേ ഉണ്ടോ, സബോളയൊന്നും നമുക്ക് വഴറ്റാതെ തന്നെ ഏറ്റവും നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഇത് ഒരു ഇതുപോലെ ഒരു കഷ്ണം ബട്ടർ. ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ആരോഗ്യവും ഒക്കെ കിട്ടുന്നതായിരിക്കും ബട്ടർ. ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഓയിലിനും വെളിച്ചെണ്ണയ്ക്ക് മെൽറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് ചതച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ബാക്കി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഇതുപോലെ മാറി വന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് ഒരു ചെറിയ രീതിയിൽ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവൻ മസാലയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുക. ഈ SMS കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മസാലാസ് നോക്കി ഞാനൊരു മൂടി വെച്ച് കൊടുത്തു. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നു. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല, നമ്മൾ ഫ്രൈ ചെയ്ത് ഗരം മസാല ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്ര ഒഴിക്കേണ്ട, കുറച്ച് ആവശ്യത്തിനുള്ള ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് ഒക്കെ ഒന്ന് നോക്കുക. നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ഈ തിളച്ച ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളമായിരിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇതുപോലെ ഒഴിച്ച ഉടനെ സ്പൂൺ വെച്ച് ഇളക്കുക ഒന്നും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് വെച്ച് കൊടുക്കുക.
മുട്ട എല്ലാം നമ്മളിതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 തൊട്ട് ഒരു 7 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് നോക്കി നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു. നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിവും ആ ടൊമാറ്റോയുടെ പുളിയും എല്ലാം നമുക്ക് പാകമായിട്ട് കിട്ടിയിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് മാത്രമേ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ മുട്ടയെല്ലാം ഉടഞ്ഞു പോകും. അങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറിയാണ്. മുട്ട മസാല, റോസ്റ്റ് മസാല നോക്കി നല്ല കോമ്പിനേഷനുള്ള ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഇനി ജസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാകും, തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കിക്കേ. കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവിയോടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒന്ന് വെതറി ഇതുപോലെ ഒന്ന് ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട മസാല, റോസ്റ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി മുട്ടയൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല, നല്ലതായിട്ട് കിട്ടുകയും ചെയ്തു. ഒരു ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും വൈറ്റ് റൈസിൻ്റെ കൂടെ ആയാലും ബട്ടർ നാനിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഓരോന്നും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.